പെർസ്പെക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ യൂണിറ്റ് 1 ടീച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ചാപ്റ്റർ 1 എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു അക്കാദമിക്സിൽ ഒരു അൺറിട്ടൺ റൂൾ ഉണ്ട്. ഓൺലി വെൻ നോളജ് ബിക്കംസ് എ ഡിസിപ്ലിൻ ക്യാൻ ഇറ്റ് ബി കോൾഡ് എ സയൻസ്. ഇഫ് നോട്ട് ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് ദ സ്റ്റേറ്റസ് ഓഫ് എ സയൻസ്. അതായത് നോളജ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആയിട്ട്, അതായത് ഒരു സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് മാറുകയാണെങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് സയൻസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് ദ സ്റ്റേറ്റസ് ഓഫ് എ സയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണം വാട്ട് ഈസ് എ ഡിസിപ്ലിൻ. അതായത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, an academic discipline എന്ന് പറയുന്നത് or field of study എന്ന് പറയുന്നത് is a branch of knowledge that is taught and researched at the college or university level. കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ പഠിപ്പിക്കുകയോ റിസർച്ച് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് നോളേജ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയെയാണ് നമ്മൾ അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഡിസിപ്ലിൻസ്, അതായത് ഒരു സബ്ജക്റ്റിന്, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആവാം, മാത്സ് ആവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആവാം, ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, അക്കാദമിക് ജേർണൽസിൽ ഈ ഒരു ഫീൽഡിനെ കുറിച്ച്, ഫീൽഡ് ഓഫ് സ്റ്റഡിയെ കുറിച്ച് റിസർച്ച് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിരിക്കണം. ലേൺഡ് സൊസൈറ്റീസ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ അക്കാദമിക് ഡിപ്പാർട്ട്മെൻറ്റ്സും ഫാക്കൽറ്റീസും അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റ് ടീച്ച് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സും വേണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു വാട്ട് ഡസ് എ ഡിസിപ്ലിൻ ഡിസ്ക്രൈബ്, ഒരു ഡിസിപ്ലിനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. അതേപോലെ ടൈപ്സ് ഓഫ് നോളജ് ഉണ്ടാവും, എക്സ്പെർട്ടൈസ്, സ്കിൽസ്, പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റീസ് വേണം, പ്രോജക്ട്സ് വേണം, പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ് വേണം, സ്റ്റഡീസ്, എൻക്വയറി, അപ്രോച്ചസ്, ഇങ്ങനെ പല റിസർച്ച് ഏരിയാസ്, ഇതെല്ലാം ഒരു ഡിസിപ്ലിനിൽ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഡിസിപ്ലിൻ്റെ നേച്ചർ എന്താണ്? അതായത് ഒരു ഡിസിപ്ലിന് പലപ്പോഴും സബ് ഡിസിപ്ലിൻസ് ഉണ്ടാവാം, ബ്രാഞ്ചസ് ഉണ്ടാവാം. ഇനി ദർ ഇസ് എ ഡിസ്റ്റിങ്വിഷ് ലൈൻ, അതായത് ഒരു നേർത്ത ഒരു വ്യത്യാസം മാത്രമാണ് ഈ ഡിസിപ്ലിനും സബ് ഡിസിപ്ലിൻസും തമ്മിൽ ഉണ്ടാവുക. അത് പലപ്പോഴും ആർബിട്രറി ആവാം, ആംബിഗ്വസ് ആവാം, കൺഫ്യൂസിങ് ആയിരിക്കാം. ഇനി വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷൻ? അതായത് അക്കാദമിക് ഡിസിപ്ലിൻസ് എപ്പോഴും കോ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതായത് കോ എക്സിസ്റ്റ് ചെയ്യും, ദേ ടെൻഡ് ടു കോ എക്സിസ്റ്റ് ആൻഡ് ഇവോൾവ് വിത്ത് സിസ്റ്റംസ് ഓഫ് പ്രൊഫഷൻ. അതായത് പലപ്പോഴും ഈ ഒരു അക്കാദമിക് ഡിസിപ്ലിൻ നമ്മൾ ആസ് എ സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രൊഫഷനായിട്ട് അത് കൊണ്ടുപോകാം. ഫോർ എക്സാമ്പിൾ, ദ ഡിസിപ്ലിൻ ഓഫ് മെഡിസിൻ ഈസ് കോ ഇവോൾവ്ഡ് വിത്ത് മെഡിക്കൽ പ്രൊഫഷൻ. അതായത് നമ്മൾ ഈ മെഡിസിൻ ആസ് എ എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഒരാൾ ലേൺ ചെയ്യുകയാണെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിൽ പോകാം. അതുപോലെ എഡ്യൂക്കേഷൻ, ഇപ്പോൾ എംഎഡ്, ബിഎഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാം. അതായത് ഒരു ഡിസിപ്ലിൻ പഠിച്ചത് പ്രൊഫഷൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി എന്താണ് ദ റോൾ ഓഫ് ഡിസിപ്ലിൻസ് ആൻഡ് പ്രൊഫഷൻ? അക്കാദമിക് ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷൻസിന് ദേ ഓൺ നോളജ് ഇൻ പെർട്ടിക്കുലർ ഡിസിപ്ലിനറി ഏരിയ. അവരുടെ ഏരിയയിൽ ദേ ഹാവ് എ സിസ്റ്റം ഓഫ് നോളജ് ആൻഡ് ദേ ഓൾസോ ഹോൾഡ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഓതറൈസിങ് പുതിയ ന്യൂ നോളജ്. അതായത് ന്യൂ നോളജ് ക്രിയേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഇവർക്കാണ്. ഇനി എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷനെ ഒരു ഡിസിപ്ലിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ അതിനൊരു ഹിസ്റ്ററി തന്നെ ഇവിടെ പറയുന്നുണ്ട്. അതായത് 19th സെഞ്ച്വറിയുടെ സെക്കൻഡ് ഹാഫിലാണ് എഡ്യൂക്കേഷൻ ഒരു അക്കാദമിക് ഡിസിപ്ലിനായിട്ട് എമേർജ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. എ സബ്ജക്ട് മസ്റ്റ് ബി പ്രൊഫഷണൽ ഇനഫ് ടു ബിക്കം എ ഡിസിപ്ലിൻ ഇൻ അക്കാദമിയ എന്ന് പറയുന്നുണ്ട്. അതൊരു സബ്ജക്റ്റ് പ്രൊഫഷണൽ ആയിരിക്കണം ഇൻ ഓർഡർ ടു കൺസിഡർ ഇറ്റ് ആസ് എ ഡിസിപ്ലിൻ. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സിസ്റ്റം വേണം, അതിൻ്റെ ഓൺ പ്രൊഫഷണൽ ടെക്നിക്സ് വേണം, തിയറീസ് ആൻഡ് പ്രാക്ടീസ് വേണം. ഇപ്പം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുന്നത് കൊണ്ട് ആ പ്രൊഫഷന് ഒരു ലാംഗ്വേജ് സിസ്റ്റം ഉണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ലാംഗ്വേജ് സിസ്റ്റം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ലാംഗ്വേജ് സിസ്റ്റം ഓഫ് എ ഡിസിപ്ലിൻ പീപ്പിളിനെ, ദ പീപ്പിൾ ഹു ആർ ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദിസ് ഡിസിപ്ലിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷനിസ്റ്റാണ് എക്സ്പേർട്ട് എന്ന് വിളിക്കാം, മെഡിസിനിലാണെങ്കിൽ നമുക്ക് ഡോക്ടറിനെ വിളിക്കാം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലേമൻ, അത് നോർമൽ പീപ്പിൾ, കോമൺ പീപ്പിൾ ആണ്. ഈ രണ്ട് ലാംഗ്വേജ് സിസ്റ്റമാണ് ഒരു ഡിസിപ്ലിനിൽ വരിക. ഇനി റീസൺസ് ഫോർ കൺസിഡറിങ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ. ഒന്നാമത്തെ റീസൺ, ഒരു വെൽ ഡിഫൈൻഡ് ഫങ്ഷൻ എഡ്യൂക്കേഷൻ ഉണ്ട്. അതായത് എഡ്യൂക്കേഷന് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പർപ്പസും ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് എ റോൾ ഇൻ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സൊസൈറ്റൽ ഗ്രോത്ത്.
വിച്ച് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ്. അതായത് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഗ്രോത്തിനും എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ സ്കോപ്പ് ആൻഡ് സബ്ജക്ട് മാറ്ററും വെൽ ഡിഫൈൻഡ് ആണ്, അത് ക്ലിയർലി ഐഡന്റിഫൈഡ് ആണ്. അതുപോലെ തന്നെ ബൗണ്ടറീസ് ഓഫ് എഡ്യൂക്കേഷനും പിന്നെ ഇതിന് ഇന്റർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസും സ്പെസിഫൈഡ് ആണ്. മൂന്നാമത്തത് യൂണിവേഴ്സിറ്റി റെക്കഗ്നീഷൻ. അതായത് ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ എഡ്യൂക്കേഷൻ ഒരു റെക്കഗ്നൈസ്ഡ് ഡിസിപ്ലിൻ ആയിട്ട് എമേർജ് ചെയ്തിട്ടുണ്ട്. പല മോഡേൺ യൂണിവേഴ്സിറ്റീസിനും ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ കാണും, ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ കാണും, ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജസ് കാണും. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ന്യൂ ഐഡിയാസ്, കോൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ റിസർച്ച് റിലേറ്റഡ് ടു ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഫോർത്ത് പോയിന്റ് ഈസ് ദാറ്റ് ദ പ്രസൻസ് ഓഫ് സബ് ഡിസിപ്ലിൻ. എഡ്യൂക്കേഷനിൽ തന്നെ സബ് ഡിസിപ്ലിൻസും പലപ്പോഴും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റ് എഡ്യൂക്കേഷണൽ ഫിലോസഫി, സോഷ്യോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ എല്ലാം തന്നെ എഡ്യൂക്കേഷൻ്റെ സബ് ഡിസിപ്ലിൻ ആണ്. ഫിഫ്ത്ത് പോയിന്റ് ഈസ് ദാറ്റ് എഡ്യൂക്കേഷൻ ആസ് എ പ്രൊഫഷണൽ സബ്ജക്റ്റ്. അതായത് ഒരു പ്രൊഫഷണൽ സബ്ജക്റ്റിന് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന് തിയററ്റിക്കൽ കോൺസെപ്റ്റും വേണം, പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് വേണം. ഇത് രണ്ടും എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ ഉണ്ട്. ഇനി തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ പ്രാക്ടീസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി പ്രാക്ടീഷണേഴ്സിന് എന്തൊക്കെ വേണം? സ്കിൽസ് വേണം, നോളജ് വേണം, ആറ്റിറ്റ്യൂഡ് വേണം. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനെ ഒരു പ്യുവർ അതുപോലെ തന്നെ അപ്ലൈഡ് ഡിസിപ്ലിൻ, ഇത് രണ്ടുമായിട്ട് എഡ്യൂക്കേഷനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൻ്റെ ഡെവലപ്മെന്റ് ആണ് ആദ്യം പറയുന്നത്. ഇത് വേൾഡ് നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു ഓർഗനൈസ്ഡ് അക്കാദമിക് ഡിസിപ്ലിൻ ആവുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി ഒരു ടീച്ചേഴ്സ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് USA. അതോടുകൂടിയാണ് ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ആയിട്ട് എഡ്യൂക്കേഷൻ എമേർജ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ US ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഗ്ലോബലി റെപ്യൂട്ടഡ്. പിന്നെ പല മോഡേൺ സ്റ്റേറ്റ് സ്കൂൾ സിസ്റ്റംസും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഡാറ്റ കളക്ഷൻസ് നടത്തി, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്രാക്ടീസസിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ, പിന്നെ യൂണിവേഴ്സിറ്റി കരിക്കുല ഇതുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ റിസർച്ച് ഇംപ്രൂവ് ചെയ്തു, സ്കൂൾ സിസ്റ്റംസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആസ് എ സബ്ജക്റ്റ് പഠിക്കുന്ന ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും ഇതിൻ്റെ എല്ലാം എണ്ണത്തിലും ഒരു മാറ്റം വന്നു, അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് വന്നു എന്ന് പറയാം. ഇനി എഡ്യൂക്കേഷനെ ആസ് എ ഡിസിപ്ലിൻ ആയിട്ട് അംഗീകരിക്കാൻ വേണ്ടി ഏതൊക്കെ എഡ്യൂക്കേഷണൽ മൂവ്മെന്റ്സ് വന്നു? അതിൽ ആദ്യം പറയുന്നത് ദ പ്രോഗ്രസീവിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആണ്. ഇത് എമേർജ് ചെയ്തത് നോർത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ദ ന്യൂ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് വിച്ച് എമേർജ്ഡ് ഇൻ ബ്രിട്ടൻ ആൻഡ് ഓസ്ട്രേലിയ. അത് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ പല ഫിലോസഫേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജോൺ യാക്കസ് റൂസോ, അദ്ദേഹത്തിൻ്റെ എമിലി എന്ന് പറയുന്ന വർക്ക്, ജോൺ ഡെവിയുടെ ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ. ഇതെല്ലാം തന്നെ ഒരു പാരാഡിം ഷിഫ്റ്റ് എഡ്യൂക്കേഷനിൽ നടത്തി എന്ന് പറയുന്നുണ്ട്. അതായത് ചിൽഡ്രൻ, ടീച്ചേഴ്സ് ഇവരെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകൾക്ക് ചേഞ്ചസ് വന്നു. അതുപോലെ തന്നെ ഡിസിപ്ലിൻ, പണിഷ്മെന്റ് ഇതിനെക്കുറിച്ച് പുതിയ ഐഡിയാസ് വന്നു. അതുപോലെ തന്നെ ഗുഡ് ടീച്ചിങ്, ലേണിംഗ് എൻവയോൺമെന്റ്, സോഷ്യലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കരിക്കുലം ഇതിനെക്കുറിച്ചൊക്കെ പുതിയ നോഷൻസ് വന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ആണ്. ബിക്കോസ് അതിന് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് തിയറീസ് ആൻഡ് പ്രാക്ടീസസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷൻ ഉണ്ട്, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റെലവൻസും ഉണ്ട്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ റീഫോംസ്, ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ അക്കാദമിക് ഡിസിപ്ലിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 1970 എഡ്യൂക്കേഷൻ ആസ് എ സബ്ജക്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ ആസ് എ സബ്ജക്ട് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ആസ് എ ഡിസിപ്ലിൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലേക്ക് വരികയാണ് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുകയാണ്. ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1970 ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്ററായി തന്നെ ഇത് മാറി. അതുപോലെ തന്നെ റിലേറ്റഡ് ഫീൽഡ്സുമായിട്ട് കൊളാബറേഷൻ കൂടെ വന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 1936 യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ MEd കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതും ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ കൊണ്ടുവരാണ്.
പിന്നെ ഫസ്റ്റ് PhD ഇൻ എഡ്യൂക്കേഷൻ അവാർഡ് ചെയ്യപ്പെടുന്നത് 1943 ഇത് അവാർഡ് ചെയ്തിരിക്കുന്നത് ബോംബെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ ആണ്. അങ്ങനെ റിസർച്ച് ലെവൽ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ലെവലിലേക്കും എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ് ചെയ്യാണ്. 1947 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ CIE എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇനി എന്തായിരുന്നു ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് അഡ്വാൻസ്ഡ് ട്രെയിനിങ് കൊടുക്കാനും CIE സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ 1947 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു മേജർ മൂവ്മെന്റ് ആണ് NCERT. ഇത് ഫോം ചെയ്യുന്നത് 1 സെപ്റ്റംബർ 1961 ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇത് ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആയിട്ട് NCERT എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. NCERT മുമ്പ് ഒരു 6 ഇൻസ്റ്റിറ്റ്യൂഷൻസോളം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് NCERT ഡെവലപ്പ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യ ആണ് മെയിൻ പർപ്പസ് ഓഫ് NCERT. ഇനി മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ NIEPA ന്യൂഡൽഹി, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ IIE which was established in Pune, അതുപോലെ തന്നെ the Center of Advanced Study in Education CASC or CASE in Baroda. ഇങ്ങനെ പല യൂണിവേഴ്സിറ്റീസും ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എഡ്യൂക്കേഷനും ഇന്ത്യയുടെ പല ഭാഗത്തും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തത് യൂണിവേഴ്സിറ്റി ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. കൽക്കട്ട ആൻഡ് ബോംബെ പോലുള്ള യൂണിവേഴ്സിറ്റീസ് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് അതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. നാഷണൽ ലെവൽ റിസർച്ച് സെന്റേഴ്സ് വന്നിട്ടുണ്ട് CIE, NCERT, NIEPA. അതുപോലെ തന്നെ they have also contributed to educational research, teacher education, policy making, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ആസ് എ ഫീൽഡ് അതിൻ്റെ പ്രൊഫഷണലൈസേഷൻ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഇയർ ഇവന്റ് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എഡ്യൂക്കേഷണൽ തിയറി ആൻഡ് പ്രാക്ടീസ് ആണ്. എന്താണ് എഡ്യൂക്കേഷണൽ തിയറി? എഡ്യൂക്കേഷണൽ തിയറി എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഓർ റിഫ്ലക്റ്റീവ് തിങ്കിങ് അബൌട്ട് എഡ്യൂക്കേഷൻ. അതായത് ഇതൊരു ഗസ് വർക്കാണ്. എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ്, അതായത് ഇത് സംഭവിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ള കുറച്ച് തിയറീസിനാണ് എഡ്യൂക്കേഷണൽ തിയറീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗൈഡ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുക. എഡ്യൂക്കേഷണൽ പ്രാക്ടീസിനെ ഗൈഡ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. ഇനി ഈ എഡ്യൂക്കേഷണൽ തിയറിയുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആൻഡ് സോഫിസ്റ്റ്, അതായത് ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ പറയുന്ന മറ്റു പേരാണ്, അവരുടെ ഐഡിയാസിൽ നിന്നാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പെഡഗോജി. ഓക്കെ, പെഡഗോജി എന്ന് പറഞ്ഞാൽ ദ മെത്തേഡ് ഓഫ് ഹൗ ടീച്ചേഴ്സ് ടീച്ച്. തിയറി വൈസ് ആണെങ്കിലും പ്രാക്ടിക്കൽ വൈസ് ആണെങ്കിലും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന മെത്തേഡിനാണ് പെഡഗോജി. ആൻഡ്രോഗോജി എന്ന് പറഞ്ഞാൽ ദ മെത്തേഡ്സ് ഓഫ് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ് അഡൾട്ട് ലേണേഴ്സ്. അതായത് പെഡഗോജിയിൽ നമ്മൾ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആൻഡ്രോഗോജിയിൽ നമ്മൾ അഡൾട്ട് ലേണേഴ്സിനെ ആയിരിക്കാം പഠിപ്പിക്കുന്നത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതിൽ വരുന്നത് എന്തൊക്കെ റിഫ്ലക്ഷൻസ് ആണ് എഡ്യൂക്കേഷണൽ തിയറിക്കുള്ളതെന്നാണ് പറയുന്നത്. കരിക്കുലം, ലേണിംഗ്, എഡ്യൂക്കേഷണൽ പോളിസി, ഓർഗനൈസേഷണൽ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ പല ഡിസിപ്ലിൻസും ഈ എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹിസ്റ്ററി, ഫിലോസഫി, സോഷ്യോളജി, സൈക്കോളജി. അതായത് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈസ് ത്രൂ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഓൾ ദീസ് സബ്ജക്ട്സ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി പല തിയറീസും ഉണ്ട് എഡ്യൂക്കേഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിലൊന്ന് നോർമേറ്റീവ് തിയറിയാണ്. നോർമേറ്റീവ് തിയറീസ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അതായത് ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട് ഔട്ട് ടു ബി, ഐഡിയൽ ഗോൾസ് ആൻഡ് നോട്ട് വാട്ട് ഈസ്. അതായത് എന്താണ് എന്നുള്ളതല്ല, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നോർമേറ്റീവ് തിയറീസ് പറയുന്നത്. എഡ്യൂക്കേഷൻ എങ്ങനെ ആയിരിക്കണം, എഡ്യൂക്കേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണെന്നുള്ളതല്ല, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവര് നോർമേറ്റീവ് തിയറീസ് സജസ്റ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. രണ്ട് മേജർ കൈൻഡ്സ് ഓഫ് നോർമേറ്റീവ് തിയറീസ് ആണുള്ളത്. ഒന്ന് ഫിലോസഫിക്കൽ തിയറി. ഫിലോസഫിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിലോസഫിക്കൽ ഇൻസൈറ്റ്സും ഫാക്ച്വൽ നോളജും ഒക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ നേച്ചർ, സൈക്കോളജി ഒക്കെ ആയിരിക്കും ഫിലോസഫിക്കൽ തിയറീസിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക ഫോർ ലേണിംഗ് സൈക്കോളജി. ഫോക്കസ് ചെയ്യുന്നത് വാട്ട് എഡ്യൂക്കേഷൻ ഷുഡ് ബി, എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് അതിൻ്റെ ഡിസ്പൊസിഷൻസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഹൗ, ഇൻ ഹൂം ആൻഡ് ഇൻ വാട്ട് ഫോം ലേണിംഗ് ഷുഡ് ഒക്കർ, ആരിൽ, എങ്ങനെ, ഏത് ഫോമിലാണ് ലേണിംഗ് ഒക്കർ ചെയ്യേണ്ടത്. ഇതൊക്കെയാണ്
ഫിലോസഫിക്കൽ തിയറീസ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കരിക്കുലം തിയറി. കരിക്കുലർ തിയറിയിൽ എന്താണെന്ന് പറഞ്ഞാൽ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെ കരിക്കുലം സ്ട്രക്ചർ ചെയ്യണം, എങ്ങനെ കരിക്കുലം ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്, എന്തൊക്കെ വാല്യൂസ് വേണം, ഗോൾസ് വേണം എന്നുള്ളതൊക്കെയാണ് കരിക്കുലം തിയറീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ.